മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സരിതയും സോളാർ കമ്മീഷനിൽ ഹാജരായി. ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുമെന്ന് സരിത. വിസ്തരിക്കാനുള്ള അപേക്ഷ കമ്മീഷന് നൽകും. അവസരം കിട്ടിയാൽ നേരിട്ട് തന്നെ ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കുമെന്നും സരിത പറഞ്ഞു. അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പം അതായത് വിസ്തരിക്കാനുള്ള എല്ലാവർക്കും 8B നോട്ടീസിലുള്ള എല്ലാവർക്കും പെർമിഷൻ ഉണ്ട്. എൻ്റെ അഡ്വക്കേറ്റും ഉണ്ട്. എന്നാൽ അഡ്വക്കേറ്റിനെ അസിസ്റ്റ് ചെയ്യുകയും വേണം. എനിക്ക് നേരിട്ട് ചോദിക്കാനുള്ള പെർമിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിനോട് നേരിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നിഷേധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ശരിയാവും. ഇപ്പം നിങ്ങൾ കുറ്റം ചെയ്താൽ നിങ്ങൾ നിഷേധിക്കുക, അല്ലാതെ അത് അക്സെപ്റ്റ് ചെയ്യുമോ? അത് വേറെ വിഷയങ്ങളാണ്. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിവുകളൊക്കെ ഇവിടെ ചെന്നിട്ടുണ്ടല്ലോ, അത് ഡിസൈഡ് ചെയ്യേണ്ട ഒരു മൂന്നാമനായ ഒരു വ്യക്തി ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് എൻ്റെ റിപ്പോർട്ട്. അല്ലാതെ കുറ്റാരോപിതരെ എന്തായാലും അന്വേഷണം എന്തൊക്കെ ആരോപണം എന്നുള്ളത് നിഷേധിക്കുകയുള്ളൂ. എന്തായാലും എന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എന്നോട് മിണ്ടിയിട്ടില്ല, എൻ്റെ കമ്പനിയുമായിട്ട് യാതൊരു ഇടപാടും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ നിലയ്ക്ക് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ചോദിക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഞാൻ കമ്മീഷന് മുമ്പിൽ വെക്കുന്നത്. 1 കോടി 10 ലക്ഷം രൂപ ഡൽഹിയിലും 80 ലക്ഷം രൂപ തോമസ് കുരുവിളയുടെ കയ്യിലും. ഇതിന് തെളിവുണ്ട്. ഉമ്മൻചാണ്ടി പറയുന്നത് അത് അന്വേഷിക്കുക. അത് ആരോപണം ഉമ്മൻചാണ്ടി നിഷേധിച്ചോട്ടെ. ഉമ്മൻചാണ്ടി നിഷേധിക്കുന്നത് ഞാനുമായിട്ട് എന്ത് ബന്ധം? ഞാൻ കൊടുത്ത ആരോപണങ്ങളല്ല എന്ന് തെളിയിക്കണമെങ്കിൽ അതൊരു അതോറിറ്റി വെച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണ്, അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ വഴിക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് പാരൽ വേയിൽ. അപ്പോൾ അതുമായിട്ട് സഹകരിച്ച് പോകുമ്പോൾ അത് ക്രിമിനൽ പ്രൊസീഡിങ്സിലുള്ളത് അത് അങ്ങനെ പോകും. ഇതൊരു കമ്മീഷന് മുമ്പിലിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. പല പല ആൾക്കാർ പല പല തെളിവുകൾ അദ്ദേഹത്തിന് എതിരായിട്ടും അനുകൂലമായിട്ടും ഒക്കെ മൊഴികളും ഡിപ്പോസിഷൻസും അല്ല ഡോക്യുമെൻ്ററി ആണെങ്കിലും അല്ലാതെ ഡിജിറ്റൽ ആണെങ്കിലും ഉള്ള ഒട്ടനവധി എവിഡൻസസ് വന്നിട്ടുണ്ട്. അതിൽ ഏകദേശം എൻ്റെ ഒരു അറിവനുസരിച്ച് 70% അദ്ദേഹത്തിന് എതിര് തന്നെയാണ്. ഇനി ബാക്കി ഡിസൈഡ് ചെയ്യേണ്ടത് കമ്മീഷനാണ്. അതാണല്ലോ നമ്മളെല്ലാവരും കമ്മീഷന് മുമ്പേ ഒന്നും സംസാരിക്കുന്നത്. അല്ലാതെ സരിതയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഒരു മനുഷ്യരും അല്ല അത് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ കൊടുത്തില്ലേ, ഇനി എപ്പോഴും കൊടുക്കാൻ ലാസ്റ്റ് പൊസിഷനാണ്. പിന്നെ ആദ്യം നിങ്ങൾ സ്റ്റാൻഡ് കാര്യങ്ങളും ഒരു കേസിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കി ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്നനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പം ഞാൻ ആൻസർ പറയാം. അല്ലാതെ ആൻസർ പറഞ്ഞിട്ട് എന്താ കാര്യം? ചുമ്മാ നമ്മൾ പഴയത് നിങ്ങളുടെ തെളിവുണ്ടോ എന്ന് മാത്രം ആ ക്വസ്റ്റ്യൻ ഉമ്മൻചാണ്ടി ചോദിച്ചും പഴയ പോയ ക്വസ്റ്റ്യനാണ്. ഡോണ്ട് ആസ്ക് എവർ. ഇപ്പോൾ ന്യൂസ് റൂമിൽ നിന്ന് രാജേന്ദ്രൻ ചേരുന്നു. രാജേന്ദ്രൻ, ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫോണിൽ നിന്ന് വിളിച്ചിട്ടില്ല, പണം കൊടുത്തില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല എന്നെല്ലാം. അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി. അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം പൊളിയുകയും ചെയ്തിരുന്നു സോളാർ കമ്മീഷനിൽ. ഇവിടെ നിലവിലെ നിയമസാധ്യതയും സാധുതയും എങ്ങനെയാണ്? പ്രത്യേകിച്ച് സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കണം എന്ന നിലവിലെ കാര്യത്തിൽ ഈ സരിതയ്ക്ക് ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സരിത കമ്മീഷൻ മുമ്പാകെ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ, അപേക്ഷ നൽകി കഴിഞ്ഞാൽ ആ അപേക്ഷ അംഗീകരിക്കാൻ നിയമപരമായുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം സരിത ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. കക്ഷിക്ക് ഒന്ന് നേരിട്ട് ഏത് കക്ഷിക്ക് വേണമെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട വാദിയായാലും പ്രതിയായാലും ആർക്ക് വേണമെങ്കിൽ നേരിട്ട് കോടതിയിൽ കേസ് വാദിക്കാം, അഭിഭാഷകനെ വയ്ക്കാം. നേരിട്ട് കേസ് വാദിക്കാനുള്ള എല്ലാ അവസരങ്ങളും തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ നൽകുന്നുണ്ട്. എന്തായാലും ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ ഒരു നിയമചരിത്രത്തിൽ ഒരു അത്യപൂർവ കോടതി നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു സംഭവം സമാനമായി ഉണ്ടായിട്ടുണ്ടാകുമെന്ന്. ഇവിടെ ഒരു വലിയ ഒരു ഡീല്, ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. ചൂഷണം ചെയ്തതായി ഇതിൻ്റെ ഇര തന്നെ ആരോപണം ഉന്നയിക്കുന്നു. ഈ ആരോപണത്തിന് വിധേയനായ വ്യക്തി നിഷേധിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇത് ചൂഷണത്തിന് ഇരയായ സ്ത്രീ തന്നെ നേരിട്ട് ആരാണോ തന്നെ ചൂഷണം ചെയ്തതെങ്കിൽ അയാളെ നേരിട്ട് വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു. ഇത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ സരിത നേരിട്ട് വിസ്തരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയമചരിത്രത്തിൽ തന്നെ കോടതികളുടെ ചരിത്രത്തിൽ തന്നെ ഒരു അത്യപൂർവമായ സംഭവമാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടി കൈക്കൊണ്ടിരുന്ന പരസ്പര വിരുദ്ധമായ നിലപാടുകൾ അത് തുടക്കം തൊട്ട് തന്നെ പീപ്പിൾ TV പലതവണയായി അത് വെളിച്ചത്ത് കൊണ്ടുവന്നതാണ്. ആദ്യം പറഞ്ഞിരുന്നത് സരിതയെ അറിയുകയേ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നീട് സരിതയുമായി ഉമ്മൻചാണ്ടി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നതായി തെളിയിക്കുന്ന ഒരു ഫോട്ടോ പുറത്തുവിട്ടതോടുകൂടി പലപ്പോഴും തന്നെ കണ്ടിട്ടുണ്ടാവാം എന്നൊരു സമീപനം കൈക്കൊണ്ടു. ഉമ്മൻചാണ്ടി സോളാർ കമ്മീഷൻ മുമ്പാകെ ഏറ്റവും ആദ്യം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ഏറ്റവും ആദ്യം കമ്മീഷൻ മുമ്പാകെ ഹാജരാകുന്നത്. അന്ന് രാത്രി മുഴുവൻ നീണ്ട എതിർവിസ്താരങ്ങളും മറ്റും നടന്നു. അന്നെല്ലാം പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരാളെ അറിയില്ല, തനിക്കൊന്നും അറിയില്ല, അത്തരത്തിലുള്ള നിലപാടാണ് കൈക്കൊണ്ടിരുന്നത്.
എന്നാൽ പിന്നീട് അദ്ദേഹം രണ്ടാമത് ഹാജരായ ഘട്ടത്തിൽ നിലപാട് തിരുത്തേണ്ട ഒരു സാഹചര്യം വന്നു. ഇതിനകത്ത് ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ വാദങ്ങളെല്ലാം തന്നെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള മൊഴി നൽകിയത് ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസനായ അദ്ദേഹത്തിൻ്റെ തന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി അറിയപ്പെട്ടിരുന്ന സലിം രാജ് ആയിരുന്നു. സലിം രാജ് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞൊരു കാര്യം, തൻ്റെ ഫോണിൽ നിന്ന് പലതവണ ഉമ്മൻചാണ്ടി സരിതയെ വിളിച്ചിരുന്നു. സരിത തൻ്റെ ഫോണിലൂടെ ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിരുന്നു. ഇതൊന്നും തന്നെ അദ്ദേഹത്തിന് വീണ്ടും നിഷേധിക്കാൻ പറ്റില്ല. അദ്ദേഹം നിഷേധിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നിഷേധത്തിന് പഴയ രീതിയിലുള്ള ഒരു സാധുതയുണ്ടാവില്ല. അതിനകത്ത് മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യമുണ്ടാവും. ഈ പശ്ചാത്തലത്തിലാണ് സരിത തന്നെ നേരിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരം ഘട്ടങ്ങളെല്ലാം തന്നെ ഇരയായയാൾ അല്ലെങ്കിൽ ഇതിന് കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയയായയാൾ അവർ ഹാജരാവാറില്ല. അഭിഭാഷകനെ ചുമതലപ്പെടുത്തി ആ രീതിയിലാണ് ചെയ്യുക. എന്നാൽ ഇപ്പോൾ സരിത നേരിട്ട് വരുന്നുള്ള കാരണം ഇങ്ങനെ തൻ്റെ മുഖത്ത് നോക്കി ഉമ്മൻചാണ്ടിക്ക് നുണ പറയാൻ സാധിക്കില്ല എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളും താൻ നൽകിയിട്ടുണ്ട്. തെളിവില്ല എന്ന് ഇനി ആരും തന്നെ പറയരുത്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ വളരെ പ്രകോപിതയായാണ് അവസാനം സരിത പോയത്. തെളിവില്ല എന്നുള്ള ആ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, എല്ലാ തെളിവുകളുമുണ്ട്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉമ്മൻചാണ്ടി ഇനിയും കള്ളം പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട. തൻ്റെ വക്കീൽ മാത്രമല്ല, താൻ നേരിട്ട് ഉമ്മൻചാണ്ടി എതിർ വിസ്താരം ചെയ്യും. അത്തരത്തിലുള്ള ഒരു അപേക്ഷ സരിത നൽകും. ആ അപേക്ഷ കമ്മീഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നിയമചരിത്രത്തിലെ തന്നെ ഒരു പുതിയൊരു സംഭവമായി അത് നിലനിൽക്കും. ഇത് കേസിന്റെ വഴിത്തിരിവിലേക്ക് എങ്ങനെയാവും പൊതുവിൽ പരിഗണിക്കപ്പെടുവാനാവുക? പ്രത്യേകിച്ച് സരിതയെ അറിയില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ വാദങ്ങളെല്ലാം അപ്പാടെ പൊളിയുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായത് സരിതയുടെ കൈപ്പടയിൽ എഴുതിയ റീസർവേ അപേക്ഷയിൽ മുഖ്യമന്ത്രി നേരിട്ട് ഒപ്പിട്ട് നൽകിയ റെസീറ്റ് അത് പുറത്തായതാണ്. ഇവരുടെ വിശ്വസ്തരായ സലീം രാജും ഒപ്പം ബെന്നി ബെഹനാനുമായുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. അവരത് നിഷേധിച്ചെങ്കിൽ പോലും ഏറ്റവും ഒടുവിലായി സലീം രാജിന്റെ പ്രസ്താവന തന്നെ ഇതോട് കൂട്ടി വായിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെ വിശ്വസനീയമായ നിരവധി തെളിവുകളുണ്ട്. തെളിവുകൾ എന്ന് പറഞ്ഞാൽ സാക്ഷിമൊഴികൾ മാത്രമല്ല. അതാണ് ഇതിൻ്റെ മറ്റ് കേസുകളിൽ നിന്നും ഈ കേസിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നിർണായകമായ തെളിവുകളുണ്ട്, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. ബെന്നി ബെഹനാനുമായി സരിത നടത്തിയ സംഭാഷണം, അതിൻ്റെ ടേപ്പുണ്ട്. അതുപോലെ തമ്പാനൂർ രവി മുഖ്യമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ആ കാലത്തെ ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു. ഈ സോളാർ കേസ് ഒതുക്കി തീർക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു. തമ്പാനൂർ രവിയുമായി സരിത സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണങ്ങളുണ്ട്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മൊഴികൾ എങ്ങനെ പറയണമെന്ന് തമ്പാനൂർ രവി സരിതയെ പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ നിർണായകമായൊരു തെളിവാണ്. ഇതുകൂടാതെ സലിം രാജിൻ്റെ വെളിപ്പെടുത്തൽ, തനിക്കിങ്ങനെ ഒരാളെയേ അറിയില്ല എന്ന ഉമ്മൻചാണ്ടിയുടെ വാദത്തിന് മുനയൊടിക്കുന്ന രീതിയിലുള്ള മൊഴിയാണ് സലിം രാജ് കമ്മീഷൻ മുമ്പാകെ നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമായി പറയുന്നുണ്ട് തൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഉമ്മൻചാണ്ടി സരിതയുമായി സംസാരിച്ചിരുന്നു. സരിത പലപ്പോഴും തന്നെ ഉമ്മൻചാണ്ടിയുമായി സംസാരിച്ചിരുന്നത് തൻ്റെ മൊബൈലിലൂടെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള ശക്തമായ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വീണ്ടും കമ്മീഷൻ മുമ്പാകെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സോളാർ കമ്മീഷൻ മുമ്പാകെ സിറ്റിംഗ് തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഈ സമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. സിറ്റിംഗ് തുടങ്ങിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയെ വിസ്തരിക്കാൻ തയ്യാറായി സരിതയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ ഇന്നത്തെ നടപടിക്രമങ്ങൾ സോളാർ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. എന്തായാലും അതിന്റെ മറ്റ് അപ്ഡേറ്റ്സിലേക്ക് കൂടി വരാം. മറ്റു വാർത്തകളിലേക്ക് കൂടി പോയതിനു ശേഷം രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്.